മാനർമ ചാൻസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ തുടരും സിനിമ കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി കളക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ ലാലേട്ടൻ്റെ ആയിട്ടുള്ള എമ്പുരാനായിരുന്നു ഇതിനു മുമ്പ് കളക്ട് ചെയ്തത്. 5 ദിവസം കൊണ്ടായിരുന്നു 50 കോടി എമ്പുരാൻ കളക്ട് ചെയ്തത്. അപ്പോൾ തുടരും കളക്ട് ചെയ്തിരിക്കുന്നത് 8 ദിവസം കൊണ്ട് 50 കോടിയാണ്. അപ്പം ഫസ്റ്റിൽ നിൽക്കുന്നതും സെക്കൻഡിൽ നിൽക്കുന്നതും നമ്മുടെ ലാലേട്ട ചിത്രം തന്നെയാണ്. എന്തായാലും തുടരും വലിയൊരു ഹൈപ്പിലൊന്നും വരാതെ സിമ്പിളായിട്ട് പടം പോസിറ്റീവ് റിപ്പോർട്ടാണെന്ന് അറിഞ്ഞാണ് ഇത്രയും ഒരു വലിയൊരു കളക്ഷൻ ഇതിൽ സ്വന്തമാക്കാൻ സാധിച്ചത്. എന്തായാലും ഈ സിനിമ വേൾഡ് വൈഡ് 100 കോടിക്ക് മുകളിൽ തന്നെ കളക്ഷൻ കിട്ടി. ഇപ്പോഴും നല്ല രീതിക്ക് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ബുക്കിംഗ് ഒക്കെ ആണെങ്കിലും വേറെ ലെവലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറിൻ്റെ ആക്ടിങ് വിസ്മയം നമുക്ക് ഈ ഒരു സിനിമയിൽ നമ്മൾ കണ്ടതാണ്. അമ്മാതിരി ഒരു അഭിനയമാണ് പുള്ളിക്കാരൻ കാഴ്ചവെച്ചിരുന്നത്. ഒരു സ്റ്റാർ എന്ന നിലയിൽ പുള്ളി എമ്പുരാനിൽ തിളങ്ങിയപ്പോൾ ഒരു വലിയൊരു നമുക്കെല്ലാവരും നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു ആക്ടർ എന്ന നിലയിൽ പുള്ളിക്കാരൻ തുടരും എന്ന സിനിമയിൽ മികച്ച ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. എന്തായാലും ഈ ചിത്രം ഇപ്പം ഇത്രയും വലിയൊരു കളക്ഷൻ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം കിട്ടിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അദ്ദേഹം ഇത്ര മോശപ്പെട്ട ഒരു അവസ്ഥയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഒറ്റ കമ്പാക്ക് കൊടുത്തിട്ട് പിന്നെ വന്ന് അടുത്ത പടം തന്നെ അടിച്ചു കയറിയ ഒരു സാധനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സിനിമ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഭയങ്കര ഒരു മിസ്സായിരിക്കും. പിന്നെ OTT കണ്ടിട്ട് നമുക്ക് തിയേറ്ററിൽ കാണേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്തായാലും ഈ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ സിനിമ കാണുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.